പ്രിയ സജ്ജനങ്ങളെ, സദനമസ്കാരം. ഏകാത്മതാ സ്തോത്ര പഠനത്തിൽ 27ാമത്തെ ശ്ലോകത്തെക്കുറിച്ചാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നാഗാർജുനോ ഭരദ്വാജ ആര്യഭട്ടോ ബസുർഭുദഃ ധ്യേയോ വെങ്കടരാമശ്ച വിജ്ഞാരാമാനുജാദയഃ. ഇന്ന് നമുക്ക് ചിന്തിക്കേണ്ടത് ശ്രീനിവാസ രാമാനുജൻ. ഋഷിമാർക്ക് തുല്യ പ്രതിഭകളെ വളർത്തിയെടുക്കാനാവില്ല. അവർ സ്വതസിദ്ധ കഴിവുകളോടെ ജനിക്കാറാണ് പതിവ്. ഈ ഒരു ചൊല്ലിനെ പൂർണ്ണമായും ചേരുന്നൊരു പ്രതിഭയാണ് ശ്രീനിവാസ രാമാനുജൻ എന്ന ഗണിതശാസ്ത്രജ്ഞൻ. ജ്ഞാനം പ്രകടമാകാൻ അവതരിച്ച് വളരെ വേഗത്തിൽ മടങ്ങിപ്പോയ ഒരു മഹാപ്രതിഭ. ശ്രീനിവാസ അയ്യങ്കാറിൻ്റെയും പാർവതി അമ്മാളുവിൻ്റെയും പുത്രനായി 1887 ഡിസംബർ 22 തമിഴ്നാട്ടിലെ ഈറോഡിലാണ് രാമാനുജൻ ജനിച്ചത്. 3 സഹോദരങ്ങൾ ജനിച്ചെങ്കിലും വേഗം തന്നെ മരണപ്പെട്ടു. രാമാനുജനും ചെറുപ്പത്തിൽ വസൂരി പിടിക്കപ്പെട്ടെങ്കിലും അക്കാലത്തെ ലക്ഷക്കണക്കിന് വസൂരി രോഗ ഇരകളേക്കാൾ ഭാഗ്യശാലിയായിരുന്നതുകൊണ്ട് അദ്ദേഹത്തിന്റെ രോഗം ഭേദമായി. താമസവും പഠിത്തവും കുംഭകോണത്തും മദ്രാസിലും മാറി മാറിയായിരുന്നു. അച്ഛന് സാരിക്കടയിൽ കണക്കെടുത്തായിരുന്നു പണി. നിത്യദാരിദ്ര്യം യൗവനാവസ്ഥ വരെ ഉറ്റതോടനായിരുന്നു രാമാനുജനത്തിനും കുടുംബത്തിനും. എന്തായാലും പഠിത്തത്തിലും ഗണിതത്തിലും കൊച്ചുനാളിലെ അവൻ മിടുക്ക് കാണിച്ചു. അമ്മയിൽ നിന്ന് മതാചാരങ്ങളും രാമായണ പുരാണങ്ങളും പഠിച്ചു. ജില്ലയിൽ ഒന്നാമനായി 5ാം ക്ലാസ് പാസ്സായി. പിന്നെ പഠിത്തം ഉന്നത വിദ്യാലയത്തിലായപ്പോൾ അവിടെ വെച്ച് ആദ്യമായി ചിട്ടയായി ഗണിതം പഠിക്കാനുള്ള അവസരം ലഭിച്ചു. 11ാം വയസ്സിൽ BA-കാരുടെയും 13ാം വയസ്സിൽ MA-കാരുടെയും എല്ലാ ഗണിതശാസ്ത്രവും രാമാനുജൻ പഠിച്ചു കഴിഞ്ഞിരുന്നു. നിരവധി മത്സര പരീക്ഷകളിൽ ഒന്നാമനായതിൻ്റെ സാക്ഷ്യപത്രങ്ങൾ വന്നു ചേർന്ന് തുടങ്ങി. 15ാമത്തെ വയസ്സായപ്പോഴേക്കും ഘന സമവാക്യങ്ങൾക്ക് സ്വതന്ത്രമായി ഉത്തരം കണ്ടുപിടിക്കുവാൻ തുടങ്ങി. 16ാം വയസ്സിൽ GED-കാറിൻ്റെ 5000 സമവാക്യങ്ങളുള്ള പുസ്തകം പുസ്തകശാലയിൽ നിന്നെടുത്ത് എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരമെഴുതി. ഇടയിലുള്ള പല പടികളും വിട്ടിരുന്നതിനാൽ സമവാക്യം മനക്കണക്കാക്കി ചെയ്ത് ഉത്തരമെഴുതിയതാണെന്ന് അനുമാനിക്കപ്പെടുന്നു. എങ്ങനെ ഇത് സാധിക്കുന്നു എന്നതിന് രാമാനുജത്തിന്റെ സ്ഥിരം ഉത്തരം നാമഗിരി ദേവി മഹാലക്ഷ്മി കുലദേവത എനിക്കിത് പറഞ്ഞു തരുന്നു എന്നതായിരുന്നു. സ്വതന്ത്ര രീതിയിൽ യൂളർ മാസ്കരോണി 15ാം അക്കം വരെയുള്ള ഉത്തരം കണ്ടുപിടിച്ചു. പഠിച്ചിരുന്ന അധ്യാപകർക്കൊന്നും അറിയാത്തവനും ആദരമുളവാക്കിയിരുന്ന തലമുറയായിരുന്നു അദ്ദേഹത്തിൻ്റെത്. 1904 രംഗനാഥ റാവു ഗണിത പുരസ്കാരം നേടി. അതോടെ പഠിക്കാനുള്ള സ്കോളർഷിപ്പ് അദ്ദേഹത്തിന് കിട്ടി. ഡിഗ്രിക്ക് പഠിക്കാൻ 2 കോളേജിൽ ചേർന്ന് നോക്കിയെങ്കിലും ഗണിതമൊഴികെ ഒന്നിലും അഭിരുചിയില്ലാത്തതിനാൽ തോറ്റുപോയി. ഇന്റർമീഡിയറ്റ് പരീക്ഷ സംസ്ഥാനത്ത് ഒന്നാമനായ വിദ്യാർത്ഥിക്കാണ് ഈ ദുർഗതി വന്നു ചേർന്നത് എന്നോർക്കുക. തൻ്റെ ഗണിത ഗവേഷണവും വീട് നോക്കലും ഒന്നിച്ചു കൊണ്ടുപോകേണ്ട ബാധ്യതയും ശ്രീനിവാസന് വന്നു ചേർന്നു. സ്ലേറ്റിൽ ഗണിത പ്രശ്നങ്ങൾ ചെയ്ത് കൈകൊണ്ട് മായ്ക്കേണ്ടി വന്നതിനാൽ കടലാസ് വാങ്ങാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ ചെയ്യേണ്ടി വന്നു. കൈകൾ അദ്ദേഹത്തിൻ്റെത് കറുത്ത് മരിച്ചിരുന്നു. കൊടും പട്ടിണിയിൽ ജോലി തേടി പരിചയക്കാരുടെയും ഓഫീസുകളുടെയും മുന്നിൽ തെണ്ടി നടക്കുവാൻ നിർബന്ധിതനായി തീർന്നു ആ മഹാപ്രതിഭ. 1909 10 വയസ്സുകാരിയായിരുന്ന ജാനകി അമ്മാളെ വിവാഹം കഴിച്ചു. ഉപജീവനത്തിനായി ഗണിതം പഠിപ്പിച്ച് കുറച്ച് കാശുണ്ടാക്കി. 1910 ഭാഗ്യം തേടി ഫ്രഞ്ച് കോളനിയായിരുന്ന വില്ലുപുരത്തെത്തി. അവിടെ ഭാരതീയ ഗണിത സമാജത്തിൻ്റെ ഖജാൻജിയായിരുന്ന രാമസ്വാമി അയ്യറായിരുന്നു കലക്ടർ. രാമാനുജന്റെ പ്രതിഭ അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അദ്ദേഹം വഴി നിരവധി ഉദ്യോഗസ്ഥരുടെ സഹായം തേടി. അവസാനം മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ സ്ഥിരം ഗവേഷകൻ എന്ന പദവിയിൽ നിയമനം കൊടുത്തു. തൽക്കാലത്തേക്ക് പട്ടിണി മാറിക്കിട്ടി. ഗവേഷണം തുടരാനുമായി.
ഭാരതീയ ഗണിത പ്രസിദ്ധീകരണങ്ങളിൽ സ്ഥിരമായി രാമാനുജന്റെ ഗണിത പ്രബന്ധങ്ങൾ വരാൻ തുടങ്ങി. ഒരിക്കൽ ഇംഗ്ലീഷുകാരനായ ശാസ്ത്ര അധ്യാപകൻ തനിക്ക് പോളിഷ് ഭാഷ അറിയാമോ എന്ന് അത്ഭുതത്താൽ വിടർന്ന കണ്ണുകളോട് ചോദിച്ചു. കാരണം അന്ന് വന്ന പോളിഷ് പ്രസിദ്ധീകരണത്തിൽ എഴുതപ്പെട്ട ഗണിതത്തിന്റെ ആധുനിക ഗവേഷണ ഫലങ്ങൾ സ്വതന്ത്രമായി ശ്രീനിവാസ രാമാനുജന്റെ പ്രബന്ധത്തിലും അതേ കാലത്ത് പരാമർശിക്കപ്പെട്ടിരുന്നു. അതുകൊണ്ടാണ് ഈ ചോദ്യം വന്നത്. 1912 MG ഓഫീസിൽ 30 രൂപ ശമ്പളത്തിൽ താൽക്കാലിക ജോലി കിട്ടി. അവസാനം പോർട്ട് ട്രസ്റ്റിൽ സ്ഥിരമായി ക്ലാർക്ക് ജോലി കിട്ടി. ഭാഗ്യത്തിന് ഗണിതം ലഹരിയായിരുന്ന സർ ഫ്രാൻസിസ് സ്പ്രിംഗ്, എസ് നാരായണ അയ്യർ എന്നിവരായിരുന്നു മേലധികാരികൾ. അവർ രാമാനുജന്റെ ഗണിത ഗവേഷണത്തെ ആവുന്നത്ര പ്രോത്സാഹിപ്പിച്ചു. സ്പ്രിങ്ങിന്റെ പ്രേരണ മൂലം രാമാനുജൻ തന്റെ ഗവേഷണ പ്രബന്ധങ്ങൾ കേംബ്രിഡ്ജ് സർവകലാശാലയിൽ അധ്യാപകർക്ക് അയച്ചു കൊടുത്തു. എന്നാൽ ചിട്ടയില്ലാതെ മുഷിഞ്ഞ തുളകളുള്ള കടലാസുകളിലെത്തിയ അവയെ മിക്കവാറും പേർ അവഗണിച്ചു. ചിലർ തുറക്കാതെ തിരിച്ചയച്ചു. എന്നാൽ GH ഹാർഡി എന്ന അധ്യാപകൻ അവ നല്ലതുപോലെ പരിശോധിച്ചു. ചിലതെല്ലാം നേരത്തെ കണ്ടുപിടിച്ചതും പരിചിതവുമായിരുന്നു. എന്നാൽ അവ ചെയ്തിരുന്നത് സാധാരണ നടപ്പിലുണ്ടായിരുന്ന രീതിയിലായിരുന്നില്ല. ചില പ്രശ്നങ്ങൾ ഹാർഡിക്കും വെല്ലുവിളിയായിരുന്നു. ഇവ മോഷ്ടിച്ചതാകുവാൻ വഴിയില്ല. കാരണം ലോകത്തെവിടെയും ഈ ഗണിത സമസ്യകൾ എഴുതപ്പെട്ടിട്ടില്ല എന്ന് അദ്ദേഹം ചിന്തിച്ചു. തന്റെ സഹപ്രവർത്തകനും മഹാനായ ഗണിതശാസ്ത്രജ്ഞനുമായിരുന്ന ലിറ്റിൽ വുഡിനെ കാണിച്ചപ്പോൾ ഇതിന്റെ കർത്താവ് ഒരു അസാധാരണ പ്രതിഭയുള്ളയാളാണെന്നും ഉടനെ തന്നെ അയാളെ കേംബ്രിഡ്ജിൽ എത്തിച്ചാൽ തങ്ങൾക്ക് നിരവധി ഗണിത പ്രശ്നങ്ങൾക്ക് ഉത്തരം കണ്ടുപിടിച്ചു തരാൻ കഴിയുമെന്നും അവർ നിഗമനത്തിലെത്തി. ഹാർഡി ഭാരതത്തിലെ പരിചയമുള്ള നിരവധി ബ്രിട്ടീഷ് പ്രൊഫസർമാർക്കും ഉദ്യോഗസ്ഥർക്കും കത്തുകളയച്ച് രാമാനുജനെ ഇംഗ്ലണ്ടിൽ കേംബ്രിഡ്ജ് സർവകലാശാലയിൽ എത്തിക്കണമെന്ന് നിർബന്ധിച്ചു. എന്നാൽ ബ്രാഹ്മണനായ തന്നെ കടൽ കടക്കാൻ മതം അനുവദിക്കുന്നില്ലെന്ന് പറഞ്ഞ് രാമാനുജൻ അത് നിരസിച്ചു. എന്നാൽ ഹാർഡിയുടെ കത്തുകൾക്ക് നല്ല ഫലമുണ്ടായി. മദ്രാസ് സർവകലാശാല നിയമനങ്ങൾ മാറ്റിവെച്ച് രാമാനുജനെ 70 രൂപ ശമ്പളത്തോടെ ഗവേഷകനായി നിയമിച്ചു. രാമാനുജന്റെ ലേഖനങ്ങൾ ഭാരതത്തിലെ എല്ലാ ഗണിത പ്രസിദ്ധീകരണങ്ങളും പ്രസിദ്ധീകരിച്ചു. പിന്നീട് പല യൂറോപ്യൻ ഗണിതശാസ്ത്രജ്ഞനും ആ പ്രശ്നത്തിന് ഉത്തരം കണ്ടുപിടിച്ചു. ഹാർഡി തന്റെ പരിശ്രമം വെടിഞ്ഞില്ല. ഭാരതത്തിലുള്ള EH നെവില്ലെ എന്ന തന്റെ സുഹൃത്തിലൂടെ അദ്ദേഹം ശ്രമം തുടർന്നുകൊണ്ടിരുന്നു. അത് ഫലം കണ്ടു. രാമാനുജത്തിന്റെ അമ്മയ്ക്ക് കുലദേവത നാമഗിരി ദേവി ദർശനം നൽകി മകനെ മഹാദൗത്യം നിറവേറ്റാൻ കടലിലൂടെ യാത്ര ആവശ്യമാണെന്ന് ആജ്ഞാപിച്ചു. അതോടെ എല്ലാ തടസ്സങ്ങളും മാറി 1914 മാർച്ചിൽ അദ്ദേഹം ഇംഗ്ലണ്ടിലേക്ക് പുറപ്പെട്ടു. ഇംഗ്ലണ്ടിലെത്തിയ അദ്ദേഹത്തെ പ്രൊഫസർ നെവില്ലെ തന്റെ കാറിൽ പ്രൊഫസർമാരായിരുന്ന കേംബ്രിഡ്ജിലെ ഹാർഡിയെയും ലിറ്റിൽ വുഡിന്റെയും അടുത്തെത്തിച്ചു. മദ്രാസ് സർവകലാശാലയും മദ്രാസ് ഗവർണറും ചേർന്ന് അദ്ദേഹത്തിൻ്റെയും കുടുംബത്തിൻ്റെയും ചെലവിനുള്ള വ്യവസ്ഥകൾ ചെയ്തു. ആദ്യം നെവില്ലയുടെ കൂടെയും പിന്നീട് ഹാർഡിയുടെ താമസ സ്ഥലത്തിനടുത്തുമാണ് ശ്രീനിവാസ രാമാനുജൻ താമസിച്ചത്. സസ്യാഹാരം സ്വയം പാചകം ചെയ്തും പൂജകൾ നടത്തിയും അദ്ദേഹം ഭാരതീയ സംസ്കാരത്തെ പാലിച്ചു. ബാക്കി സമയം മുഴുവൻ ഉന്നത തലത്തിലുള്ള ഗണിത ചർച്ചകളും എഴുത്തുമായി കഴിഞ്ഞു. 5 വർഷം 3 സഹപ്രവർത്തകരും ചേർന്ന് എഴുതിയ ഗണിത പ്രബന്ധങ്ങൾ ഇന്നും ലോകത്തെ അത്ഭുതപ്പെടുത്തുന്നു. ആദ്യമായി രാമാനുജന്റെ കയ്യിലുണ്ടായിരുന്ന എല്ലാ നോട്ട് ബുക്കുകളും ഹാർഡിയും ലിറ്റിൽ വുഡും പരിശോധിച്ചു. അവയിൽ പുതിയ ഗണിത പ്രശ്നങ്ങളും സീരീസും സമവാക്യങ്ങളും ഉത്തരങ്ങളുമെല്ലാം ആധുനിക ഗണിതത്തിന്റെ പദ്ധതികൾക്കനുസരിച്ച് ചിട്ടയായിട്ട് എഴുതി. രാമാനുജൻ നിത്യേന പുതിയവ കണ്ടുപിടിച്ചു കൊണ്ടിരുന്നു. ആ പ്രതിപാദനന്റെ മസ്തിഷ്ക ഉപജങ്ങളെ അതേപടി പുറത്തു കൊണ്ടുവരാൻ അനുവദിച്ചുകൊണ്ട് ആ മഹാമനസ്കർ ഔപചാരിക വിദ്യാഭ്യാസം ഒട്ടുമില്ലാത്ത തങ്ങളുടെ അടിമരാജ്യത്തെ പൗരനായ ശ്രീനിവാസ രാമാനുജനെ എല്ലാവിധത്തിലും പ്രോത്സാഹിപ്പിച്ചു. സഹജ രീതിയിൽ അദ്ദേഹം രേഖപ്പെടുത്തിയതിനെ അവർ ആധുനിക രീതിയിൽ പകർത്തി എഴുതി ലോകത്തിന് പരിചയപ്പെടുത്തി. റോയൽ സൊസൈറ്റി, മാത്തമാറ്റിക്കൽ സൊസൈറ്റി മുതലായ ഉന്നതതല സംഘടനകളുടെ പ്രസിദ്ധീകരണങ്ങളിൽ
ഈ രണ്ടുപേരും പകർത്തിയെഴുതിയ ലേഖനങ്ങൾ ആവിഷ്കർത്താവായ ശ്രീനിവാസ രാമാനുജന്റെ പേരിൽ തന്നെ നിരന്തരം വന്നുകൊണ്ടിരുന്നു. രാമാനുജനും ഹാർഡിയും ലിറ്റിൽ വുഡും സഹകരിച്ചെഴുതിയ നിരവധി ഗണിത പ്രബന്ധങ്ങളും അക്കാലത്തുണ്ടായി. രാമാനുജന്റെ മാത്രമല്ല, ഹാർഡിയുടെയും ലിറ്റിൽ വുഡിന്റെയും ഏറ്റവും ഫലപൂരിതമായ ഗണിതകാല ജീവിതമായിട്ട് ആ 5 വർഷത്തെ കണക്കാക്കുന്നു. ലണ്ടൻ മാത്തമാറ്റിക്കൽ സൊസൈറ്റിയുടെ പത്രികയിൽ വന്ന ഒരു പ്രബന്ധത്തിന് കാംബ്രിഡ്ജ് സർവകലാശാല 1916 ശ്രീനിവാസ രാമാനുജന് BSc, ഇന്നത്തെ PhD നൽകി അദ്ദേഹത്തെ ആദരിച്ചു. ചെറുപ്പം മുതൽ അനാരോഗ്യം അദ്ദേഹത്തെ വേട്ടയാടിയിരുന്നു. 1919 അസുഖം ബാധിച്ച് അദ്ദേഹം ആശുപത്രിയിലായി. അപ്പോഴും അദ്ദേഹത്തിന്റെ ചിന്തയിൽ ഗണിതം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഹാർഡിയും രാമാനുജൻ തമ്മിൽ ഗണിതം മാത്രമേ യോജിക്കുന്ന ഒരു മേഖലയായിട്ടുണ്ടായിരുന്നുള്ളൂ. തികഞ്ഞ നിരീശ്വരവാദിയും ജീവിതത്തിലും ഗണിതത്തിലും തികഞ്ഞ ചിട്ടപ്പടിക്കാരനുമായിരുന്നു ഹാർഡി. എന്നാൽ രാമാനുജനോ തികഞ്ഞ ഹിന്ദുധർമ്മ വിശ്വാസി, മഹാലക്ഷ്മി ഉപാസകൻ. തനിക്ക് നിത്യേന ഗണിത സമസ്യകൾ പറഞ്ഞു തരുന്നത് ദേവിയാണെന്ന് വിശ്വസിക്കുന്ന ആളുകൂടിയായിരുന്നു രാമാനുജൻ. 1920 രോഗം മൂർച്ഛിച്ചതിനാൽ അദ്ദേഹത്തെ കുടുംബ സംരക്ഷണത്തിലാക്കുവാൻ ഭാരതത്തിലേക്ക് അയച്ചു. ഭാര്യയും കൂടെ വന്നു താമസിച്ചു. ക്ഷയരോഗമാണെന്ന ഇംഗ്ലണ്ടിലെ ഡോക്ടർമാരുടെ തെറ്റായ നിഗമനം മൂലം അക്കാലത്ത് മരുന്നില്ലാത്ത ആ രോഗം മരണകാരണമാകുമെന്ന തെറ്റിദ്ധാരണ എല്ലാവരിലും വളർന്നു. മദ്രാസ് സർവകലാശാല അദ്ദേഹത്തിന് വർഷം 250 പൗണ്ട് അനുവദിച്ചു. എന്നാൽ തനിക്കും കുടുംബത്തിനും 50 പൗണ്ട് മതിയെന്നും ബാക്കി തുക പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സഹായധനമായി നൽകണമെന്നും അദ്ദേഹം സർവകലാശാലയോട് ആവശ്യപ്പെട്ടു. 1920 വരെ ഒന്നാം ലോകമായ മഹായുദ്ധം മൂലം കടൽ യാത്ര അപകടകരമായത് മനസ്സിലാക്കി. അങ്ങനെ രാമാനുജന്റെ തിരിച്ചുള്ള യാത്ര വൈകി. ജീവിതത്തിൽ അനേകം ദുരിതങ്ങളും തടസ്സങ്ങളും അനുഭവപ്പെട്ട രാമാനുജൻ മുഖത്ത് സദാ പുഞ്ചിരി വിരിയിച്ചുകൊണ്ട് അവയെ നേരിട്ടു. ആരോഗ്യലാഭം നേടാനും ചികിത്സയ്ക്കും വേണ്ടി തഞ്ചാവൂരിലേക്ക് പോകാമെന്ന് ഭാര്യ പറഞ്ഞപ്പോൾ താൻ ചാവ് ഊര്, മരിക്കാൻ നല്ല സ്ഥലം ഇതാണ് എന്ന് രാമാനുജന്റെ പ്രതികരണം. എന്തായാലും ഭാരതത്തെയും ശാസ്ത്രലോകത്തെയും കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് എല്ലാവരുടെയും പ്രാർത്ഥനകൾ നിഷ്ഫലമാക്കിക്കൊണ്ട് 1920 ഏപ്രിൽ 26 തൻ്റെ 32ാമത്തെ വയസ്സിൽ അദ്ദേഹം നമ്മോട് യാത്ര പറഞ്ഞു. അനന്തതയെ അറിഞ്ഞ ആ മനുഷ്യൻ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൻ്റെ പേര്. പിന്നീട് അതൊരു ഹോളിവുഡ് ചിത്രവുമായി. ഗണിതശാസ്ത്രത്തിൻ്റെ ഉന്നത തലങ്ങളിലേക്ക് സഞ്ചരിച്ച ആ മഹാത്മാവിനെ ഏകാത്മതാ സ്തോത്രത്തിലൂടെ നാം നമസ്കരിക്കുന്നു. നന്ദി, നമസ്കാരം. വന്ദേ മാതരം.